ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടോട്ടോച്ചാൻ്റെ ചാനൽ എന്ന ടോട്ടോച്ചാൻ്റെ പാഠത്തിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. How about a souvenir photograph? Asked the headmaster when they were to leave. എന്താണ് എങ്ങനെയൊക്കെയും ഒരു സുവനീർ ഫോട്ടോഗ്രാഫ് എടുത്താലോ? അതായത് ഇവിടെ എഴുതിയിട്ടില്ല. അതായത് ഒരു എല്ലാവരും കൂടെ ചേർന്ന് നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്താലോ എന്ന് ഹെഡ് മാസ്റ്റർ ചോദിക്കും. എപ്പോഴാണ് അവർ പോകാറായപ്പോൾ. They had never had a photograph taken of all of them together and the children were excited at the idea. എന്താണ് അവർ ഇതുവരെ ആയിട്ടും എല്ലാവരും കൂടെ ചേർന്ന് നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ ഒരു കാര്യത്തിൽ. No sooner was the headmaster ready with his camera than someone had to gone to the toilet. അതായത് ക്യാമറ ഒക്കെ എടുത്ത് ഹെഡ് മാസ്റ്റർ റെഡി ആയിട്ട് നിന്നപ്പോൾ ഒരാൾ ടോയ്ലറ്റിൽ പോയി. എന്താണ് then someone else had his shoes on the wrong feet and had to change them around. എന്താണ് കൊച്ചു പിള്ളേരല്ലേ, അപ്പോൾ ഒരാള് ഷൂസ് ലെഫ്റ്റിലത് റൈറ്റിലത് ലെഫ്റ്റിലും അങ്ങനെ ഇട്ടു. ഓക്കെ, അപ്പൊ അയാൾക്ക് അത് ചേഞ്ച് ചെയ്യണമായിരുന്നു. പിന്നീട് എന്താണ് വെയിറ്റ് ചെയ്യാം. when he finally said, is everyone ready? പിന്നീട് എല്ലാവരോടും അവൻ ചോദിച്ചു, എല്ലാവരും റെഡി ആണോ എന്ന് ചോദിച്ചു. പിന്നീട് എന്താണ്, 1 or 2 of the children were lying on the ground. എന്താണ് 2-3 ചിൽഡ്രൻസ് 2-3 കുട്ടികൾ ക്ഷീണിച്ച് തളർന്ന് എന്ത് ചെയ്തു, അവിടെ കിടന്നു എന്ന് പറയാണ്. അതുപോലെ തന്നെ they had become tired of holding their poses so long. എന്താണ് അവർ കുറേ നേരം കൊണ്ട് ഇങ്ങനെ പോസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം അവർക്ക് മടുപ്പ് തുടങ്ങി. It was a big problem getting everyone ready for the photograph. അതൊരു വലിയ പ്രശ്നമായിരുന്നു എന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ഫോട്ടോഗ്രാഫ് എടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ് they had become അത് പറഞ്ഞു. The whole process took a very long time. അങ്ങനെ എല്ലാം കൂടെ ഒരുപാട് സമയമായി. But that photograph with the sea in the background and each child posing according to his or her fancy became a treasured possession for each of them. അതായത് അവരുടെ പക്ഷെ ആ ഒരു ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് ആ ഒരു സീ ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു കടൽ തീരത്തുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ആയിട്ട് ഓരോ കുട്ടികളും അവരുടേതായിട്ടുള്ള നല്ല പോസിങ്ങിലൊക്കെ നിന്ന് അതൊരു അടിപൊളിയായിട്ടുള്ള ഫോട്ടോ ആയിരുന്നു എന്ന് പറയാണ്. One look at it and memories would float back. Totochan never forget that first happy summer vacation. എന്താണ് അങ്ങനെ അവരെല്ലാവരും തിരിച്ചു പോയി. അതുപോലെ തന്നെ എന്താണ് ടോട്ടോച്ചാൻ്റെ ആദ്യമായിട്ടുള്ള ഒരു സമ്മർ വെക്കേഷൻ ട്രിപ്പ് അല്ലേ. എന്താണ് ആ ഫോട്ടോ ഇവർക്ക് ഇങ്ങനെ പ്രിന്റ് എടുത്ത് കൊടുക്കൂല. നമ്മൾ ക്ലാസ് ഫോട്ടോ എടുക്കൂലേ 7, 5, 6 ഒക്കെ, അതുപോലെ ഇവർക്ക് ഇങ്ങനെ ക്ലാസ് ഫോട്ടോ പോലെ ഇങ്ങനെ പ്രിന്റ് എടുത്ത് കൊടുക്കും. നടുക്ക് സാറും ടീച്ചറൊന്നും ഇല്ലെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം എന്താണ് ആ ഒരു ഫോട്ടോയിലോട്ട് നോക്കുമ്പോൾ ടോട്ടോച്ചാൻ എന്നും എന്തുവരും, ആ ഒരു പോയ ആ ഒരു ഓർമ്മയും ആ പ്രേതകഥയും ഒക്കെ ഓർമ്മയിൽ വരും. അതുപോലെ തന്നെ അവള് ഒരിക്കലും ആ ഒരു സമ്മർ വെക്കേഷൻ മറക്കുകയില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആ ഒരു പോയറ്റ് അല്ലല്ലോ, ആ ഒരു കവയത്രീനെ പറ്റി പഠിക്കാം. കവയത്രി അല്ല ഗായ്സ്, സോറി, ഞാൻ കവിതയെന്ന് പറഞ്ഞിരിക്കുന്നു, സോറി. ഓദറിനെ പറ്റിയിട്ട് നോക്കാം. സോ ടെറ്റ്സുക്കോ കുറിയോനാഗി ആണ് നമ്മുടെ ഓദർ എന്ന് പറയുന്നത്. ഞാൻ പഠിച്ചെടുക്കാൻ കുറേ നാളെടുത്തു. നിങ്ങളും അതുപോലെ കുറേ നാളെടുക്കുമായിരിക്കും ഇത് പഠിക്കാൻ എന്ന് വിചാരിക്കുന്നു. ഫേമസ് ജാപ്പാനീസ് ആക്ടറാണ്. ജാപ്പനീസ് ഓക്കെ, ഒരു ഫേമസ് ആക്ട്രസ് ആണ്. ജാപ്പനീസ് ആക്ട്രസ് ആണ്, ആക്ടർ അല്ല. ആക്ടർ എന്ന് വെച്ചാൽ നടനല്ലേ ആകുള്ളൂ, ആക്ട്രസ് അല്ലേ നടിയാകുന്നേ. എന്താണ് യൂണിസെഫിൻ്റെ ഗുഡ് വിൽ അംബാസഡർ ആണ്. അതുപോലെ തന്നെ 9th ഓഗസ്റ്റ് 1933 ജനിച്ചത്. വെൽ നോൺ ഫോർ ഹർ എന്താണ് ചാരിറ്റബിൾ വർക്ക്. അവളുടെ ചാരിറ്റബിൾ വർക്കിനൊക്കെ ഭയങ്കര പ്രശസ്തമാണ്. അതുപോലെ തന്നെ 1981 ഷീ പബ്ലിഷ്ഡ് ഹർ ചിൽഡ്രൻസ് ബുക്ക്. 1981 അവൾ
അവരുടെ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. അതുപോലെ തന്നെ ടോട്ടോസ് ആൻഡ് ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ. ഇതിന്റെ പേരാണ് ടോട്ടോസ് ആൻഡ് ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ എന്ന് പറയുന്നത് പേരാണ്. അതിൽ നിന്ന് എടുത്തൊരു കൊച്ചു വേർഷനാണ് കേട്ടോ നമ്മളിപ്പോൾ പഠിച്ച ആ ഒരു A Trip to a Hot Spring എന്ന് പറയുന്നത്. എന്താണ് പിന്നീട് well known for her TV show which has the first talk show Japanese television. ജാപ്പനീസിലുള്ള ആദ്യമായിട്ട് ടി വിയിൽ ഇറങ്ങിയ ഒരു ഷോ ആയിരുന്നു ഈ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലല്ലല്ല സോറി ഈ ആക്ട്രസ് ആയിരുന്നു ആ ടി വി ഷോ നടത്തുന്നത് ഗൈസ്. ഞാൻ എല്ലാം എൻ്റെ കിളിയൊക്കെ പറന്ന് അതുവഴി കൂടെ ജനലിൽ കൂടെയൊക്കെ ഇറങ്ങിപ്പോയി. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനു മുമ്പേ എൻ്റെ ചാനൽ 800 സബ്സ്ക്രൈബറായി ഗൈസ്. ഞാൻ ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഓക്കെ, അപ്പം നമുക്ക് ഗിവ് അവേ വെക്കാം. നിങ്ങൾ പറയൂ എപ്പോൾ വെക്കണം എന്നുള്ളത്. 900 ആവുമ്പോൾ വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ 1000 ആവുമ്പോൾ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി. ഇനി ഒരു 200 സബ്സ്ക്രൈബറിൻ്റെ കുറവും കൂടെ ഉള്ളൂ. നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കയറ്റാം. അപ്പം നിങ്ങൾക്ക് തന്നെ ഞാൻ ഗിവ് അവേ തരാം. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾക്ക് എന്താണ് ഗിവ് അവേക്ക് ആവശ്യം എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് നോക്കാം എന്തൊക്കെ വാങ്ങണം എന്നുള്ളത്. ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളവരാണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.